ഹായ് ഫ്രണ്ട്സ്, അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ നാലാം പദം 31 ആറാം പദം 47 ആയാൽ ആദ്യ പദം എത്ര? ആദ്യ പദമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നാലാം പദം 31 ആറാം പദം 47 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പൊതുവ്യത്യാസം കാണാനായിട്ട് സാധിക്കും അല്ലെ. പൊതുവ്യത്യാസം കാണാനുള്ള ഫോർമുല എന്താണ്? നിങ്ങൾക്കറിയാം. എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം പിയും ആറാം പദം ക്യൂവും ആയാൽ പൊതുവ്യത്യാസം ഈക്വൽ ടു, പൊതുവ്യത്യാസത്തിന് നമ്മൾ ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഡി ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡിവൈഡഡ് ബൈ ആർ മൈനസ് എൻ. ഓക്കെ അല്ലേ. അപ്പം അതനുസരിച്ച് നമുക്ക് ഇവിടെ ഡി എന്ത് കിട്ടും നോക്കിക്കേ. ഇവിടെ 47 ഏത് മൈനസ് ചെയ്യാം? 31 മൈനസ് ചെയ്യാം. ഓക്കെ അല്ലേ. എന്നിട്ട് ഡിവൈഡഡ് ബൈ 47 എന്ന് പറയുന്നത് ആറാം പദമാണ്, 31 എന്ന് പറയുന്നത് നാലാം പദമാണ് അല്ലേ. അപ്പോൾ 6 - 4. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടും. 47 31 പോയി കഴിഞ്ഞാൽ 16 എന്ന് കിട്ടും. 6 4 പോയാൽ 2, 16/2 അല്ലെങ്കിൽ 16ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 8 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? 8 ആണെന്ന് മനസ്സിലാക്കി. പക്ഷെ നമുക്കിവിടെ കാണേണ്ടത് ആദ്യ പദമാണ് അല്ലേ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യാം. ഒന്നിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് നാലാം പദം 31 അല്ലെങ്കിൽ ആറാം പദം 47. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ നാലാം പദം എടുക്കുവാണ്. അപ്പൊ നാലാം പദം എടുക്കുമ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ, A4. A4ന്റെ വാല്യൂ നമുക്ക് 31 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് AN-നെ നമുക്ക് എങ്ങനെ എഴുതാം? A + n-1 × D എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ A7 നമുക്ക് എങ്ങനെ, ഫോർ എക്സാമ്പിൾ ആണ് ഇത് പറഞ്ഞത്, A7 n7 ആയാൽ നമുക്ക് എങ്ങനെ എഴുതാം? A + 7 1 കുറയ്ക്കുക, അപ്പൊ 6D. ഇനി A8 ആണെങ്കിലോ A + 7D. അങ്ങനെ നോക്കുമ്പോൾ A4 നമുക്ക് എങ്ങനെ എഴുതാം? A + 3D എന്നല്ലേ. അപ്പോൾ നോക്കിക്കേ, നമുക്കൊരു ഇക്വേഷൻ അവിടെ നിന്ന് കിട്ടുവാണ്. A4 എന്ന് പറയുന്നത് 31 ആണെങ്കിൽ A4നെ നമുക്ക് എങ്ങനെയോ എഴുതാം? A + 3D എന്നും എഴുതാം. നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം നമുക്കിവിടെ A4ന്റെ വാല്യൂ 31 തന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ A4നെ നമുക്ക് എങ്ങനെ എഴുതാണെന്നും അറിയാം. A + 3D എന്ന് എഴുതാമെന്ന് അറിയാം. നോക്കിയപ്പോൾ രണ്ടും സെയിം തന്നെയല്ലേ പറയുന്നത്. ഒന്ന് A4ന്റെ വാല്യൂ, ഒന്ന് A4ന്റെ ഒരു എക്സ്പ്രഷനുമാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ A + 3D = 31 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ. അപ്പോൾ എയിൽ നമുക്ക് വേണ്ട, അപ്പോൾ A = എന്ത് വരും? 31. ഈ 3D റൈറ്റിലോട്ട് പോകുമ്പോൾ -3D ആവും. നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടിയതല്ലേ. ഡിയുടെ വാല്യൂ എത്താ വന്നേ? 8 അല്ലേ കിട്ടിയത്. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ A = 31 - 3 × 8. ദാറ്റ് ഈസ് 31 - 3 × 8. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 3 × 8 ചെയ്യുമ്പോൾ 24 കിട്ടും. 31 - 24 എത്രയാ? 7. സോ A എന്ന് പറയുന്നത് ആദ്യ പദമാണ് അല്ലേ. ആദ്യ പദമല്ലേ നമുക്കിവിടെ കാണേണ്ട. അപ്പോൾ Aയുടെ വാല്യൂ എത്രയാ വരിക? 7 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇതെടുത്താലും കിട്ടും കേട്ടോ. A6 = 47. അതെടുത്ത് ചെയ്താലും ഇതേപോലെ തന്നെ A6 47 ആണ്. A6ന്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ A + 5D. എന്നിട്ട് ഇത് രണ്ടും എന്ത് ചെയ്യുക? A + 5D = 47 എന്ന് എടുത്തിട്ട് ഡിയുടെ വാല്യൂ എന്ത് ചെയ്യുക? 8 എന്ന് ഇട്ട് കൊടുക്കുക. ചെയ്തു വന്നാലും എയുടെ വാല്യൂ എത്രനെ കിട്ടും? 7 തന്നെ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.